CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ED നടപടിയെടുത്തപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ CPM തയ്യാറായിരുന്നില്ല. എന്നാൽ കോടിയേരിയുടെ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാകുമ്പോൾ മകൾ വീണ വിജയന് വേണ്ടി പ്രതിരോധം തീർക്കാൻ CPM അരയും തലയും മുറുക്കി രംഗത്ത് വരികയും ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ അന്വേഷണം മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് CPMന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് SFIO അന്വേഷണത്തെ പ്രതിരോധിച്ചുകൊണ്ട് പാർട്ടി നേതാക്കൾ രംഗത്ത് വരുന്നതും. എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ പ്രതിരോധിക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല. CPM നേതാക്കളുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും പിണറായി വിജയൻ കണ്ണടച്ച് കൂട്ടുനിൽക്കുന്നു എന്നതും പിണറായി വിജയനോടറിഞ്ഞാൽ TP ചന്ദ്രശേഖരന്റെ ഗതി വരുമെന്നതുമാണ് CPMന്റെ നേതാക്കളെ പിറകോട്ട് വലിക്കുന്നത്. അതുതന്നെയാണ് വീണ വിജയനെ ന്യായീകരിക്കാനിറങ്ങാൻ CPM നേതാക്കളെ പ്രേരിപ്പിക്കുന്നതും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഇനിയുള്ള മാസങ്ങൾ CPMനും മുഖ്യമന്ത്രിക്കും കടുത്ത പരീക്ഷണങ്ങളുടെ കാലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നേതാക്കളെ വരുതിയിൽ നിർത്തുന്ന വിധത്തിലുള്ള അന്വേഷണമായി SFIO അന്വേഷണം മാറുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം പൂർത്തിയാക്കാൻ 8 മാസത്തെ സമയമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ പോരാട്ടത്തെക്കാൾ സവിശേഷ അധികാരങ്ങളുള്ള ഉന്നത ഏജൻസിയുടെ അന്വേഷണം തന്നെയാണ് മുഖ്യമന്ത്രിക്കും വീണയ്ക്കായി പ്രതിരോധം തീർത്ത പാർട്ടിക്കും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുക. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കഠിനമായ നടപടികൾ കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന ആശങ്കയും ഇടതു കേന്ദ്രങ്ങളിലുണ്ട്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നും ക്രമക്കേടുകളുണ്ടെന്നും കമ്പനിയുടെ പ്രവർത്തനം മരവിപ്പിക്കാൻ തെറ്റായ രേഖകൾ ഹാജരാക്കിയെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കരാറനുസരിച്ചുള്ള സേവനങ്ങളൊന്നും നൽകാതെയാണ് എക്സാലോജിക് വൻതുക കരിമണൽ കമ്പനിയായ CMRL നിന്നും കൈപ്പറ്റിയിരിക്കുന്നതെന്ന് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയപ്പോൾ വീണയോട് വിശദീകരണം ചോദിച്ചില്ലെന്നായിരുന്നു CPMും മുഖ്യമന്ത്രിയും ഉയർത്തിയ പ്രതിരോധം. എന്നാൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടും ഇടപാടുകൾ സംബന്ധിച്ച് മതിയായ വിശദീകരണവും രേഖകളും വീണ നൽകിയില്ലെന്നും തെറ്റായ രേഖകൾ നൽകിയെന്നുമാണ് ROC റിപ്പോർട്ടിൽ പറയുന്നത്. ഗുരുതരമായ കണ്ടെത്തലുകൾ വൻ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചിട്ടും വീണയോ കമ്പനിയോ ഇതുവരെ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. പകരം ആ ചുമതല ഏറ്റെടുത്തത് CPM സംസ്ഥാന നേതൃത്വമാണ്. അവർക്കാകട്ടെ വീണ എന്തു സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്ന ലളിതമായ ചോദ്യത്തിന് പോലും ഇതുവരെ വ്യക്തമായ ഉത്തരം നൽകാനുമായിട്ടില്ല. മൈക്രോസോഫ്റ്റും ടാലിയും പവർ പോയിന്റും ഒക്കെ പറഞ്ഞ് തടി തപ്പാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ നാണക്കേടിലേക്കാണ് ഈ വാദങ്ങൾ എത്തിനിന്നത്. ഇവിടെ മുതലാണ് വീണയുടെ പ്രതിരോധം തകർന്നു വീണത്. എക്സാലോജിക് മാത്രമല്ല മറ്റ് കമ്പനികളിൽ നിന്ന് പണം പറ്റിയെന്നാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണം. ഈ ആരോപണത്തിന്റെ വസ്തുതയും അന്വേഷണത്തിൽ തെളിയും. അതേസമയം തന്നെ എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചതായി കേന്ദ്ര സർക്കാർ 2 ദിവസത്തിനകം ഹൈക്കോടതിയെ അറിയിക്കും. SFIO അന്വേഷണം എന്ന പരാതിക്കാരൻ ഷോൺ ജോർജിന്റെ ആവശ്യത്തിൽ നിലപാട് അറിയിക്കാത്തതിന് കോടതി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ നേരത്തെ വിമർശിച്ചിരുന്നു. നിലപാട് അറിയിക്കാനാണ് കേസ് 12ലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അന്ന് കോടതി ഹർജി തീർപ്പാക്കിയേക്കും. ഇനി ഈ ഹർജിയിൽ 2 സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഒന്നാമത്തേത് അന്വേഷണത്തിൽ ഷോൺ ജോർജിന് ഹൈക്കോടതിയുടെ മേൽനോട്ടം ആവശ്യപ്പെടാം. രണ്ടാമത്തേത് SFIO അന്വേഷണത്തിനെതിരെ KSIDCക്കും എക്സാലോജിക്കിനും കോടതിയെ സമീപിക്കാം. അതേസമയം SFIO അന്വേഷണത്തിൽ തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എക്സാലോജിക്കിൽ നിന്നും CMRL നിന്നും KSIDCയിൽ നിന്നും അടുത്തയാഴ്ച തന്നെ വിശദാംശങ്ങൾ തേടും. 3 കമ്പനികളുടെയും ഇടപാടുകൾ വിശദമായി പരിശോധിക്കും. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം ROC സംഘം തുടങ്ങിവെച്ച വിശദമായ അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. എക്സാലോജിക്കിനും CMRLനും പുറമെ KSIDCയും SFIOയുടെ റഡാറിലാണ്. എക്സാലോജിക്കുമായുള്ള ഇടപാടിന് പുറമെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ CMRLുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടപാടുകളിൽ എല്ലാം തന്നെ അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന. CMRL ആർക്കൊക്കെ പണം എന്തിനൊക്കെ നൽകിയെന്നത് അന്വേഷിക്കണമെന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിലെ ഒരാവശ്യം. കമ്പനികാര്യ ചട്ടങ്ങളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയതിനാൽ SFIOയ്ക്ക് ഈ ഇടപാടുകൾ വിശദമായി പരിശോധിക്കാം. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. കോർപ്പറേറ്റ് ലോ സർവീസിലെ മുതിർന്ന 6 ഉദ്യോഗസ്ഥരെ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതും വളരെ ശ്രദ്ധേയമാണ്. ഇതിനിടെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതിനെ തുടർന്നുള്ള സാഹചര്യം യോഗത്തിൽ ചർച്ചയായേക്കും. ഇതുവരെ പാർട്ടിയുടെ ഒരു ഘടകങ്ങളിലും വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുമുള്ള ചർച്ചകൾ വേണ്ടെന്ന പിണറായി വിജയന്റെ നിർദ്ദേശം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്.
കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഇന്നലെ മുഖ്യമന്ത്രിയെയും മകളെയും പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. എക്സാലോജിക്കിനെതിരെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടാണ് തുടക്കം മുതൽ CPM സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചത്. കേന്ദ്ര ബജറ്റിന്റെ അവലോകനവും യോഗത്തിലുണ്ടാകും. 8-ന് ഡൽഹിയിൽ നടത്തുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിന്റെ ഒരുക്കങ്ങളും യോഗം വിലയിരുത്തും.